വിബിജി റാംജി ബിൽ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ച കേന്ദ്രം. ഓരോ സംസ്ഥാനത്തും 300 രൂപയിൽ കുറയാതെ കൂലി ഉറപ്പാക്കണം. കേരളത്തിൽ പുതിയ നിരക്ക് 401 രൂപയാണ്. ഫെമിനയുടെ വിശദാംശങ്ങളുമായി. ഫെമിന, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നു മുതൽ ഈ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഈ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വരികയാണ്. അതെ, യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദത്താൽ നടപ്പിലാക്കിയ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള വിബിജി റാംജി ബിൽ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിൻ്റെ പുതുക്കിയ വേതന നിരക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 28 രൂപയാണ് ഒരു പ്രതിദിന ശരാശരിയായിട്ടുള്ളൊരു കൂലി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കൂലിയേക്കാൾ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സമയത്തുണ്ടായിരുന്ന കൂലിയേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ളത്. 28 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൂലി 400 രൂപയോളം എത്തുന്നതായിട്ടാണ് പുതിയ ഒരു വിജ്ഞാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വിഹിതത്തിൻ്റെ, തൊഴിലാളികൾക്കുള്ള വേതനത്തിൻ്റെ സാമ്പത്തിക വിഹിതത്തിൻ്റെ 40% വഹിക്കേണ്ടി വരിക സംസ്ഥാന സർക്കാരുകളായിരിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 100% ഇത് വഹിച്ചിരുന്നത് കേന്ദ്ര സർക്കാരാണ് എങ്കിൽ 60% മാത്രമാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ഈ ഒരു പുതിയ പദ്ധതിയിലൂടെ വഹിക്കേണ്ടി വരിക. അപ്പോൾ ഈ പദ്ധതിയുടെ സാമ്പത്തിക വിഹിതത്തിൻ്റെ ഭാരം സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിനെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. മധ്യപ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇത് പുനരാലോചിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായെങ്കിൽ പോലും പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് കേന്ദ്രം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നു മുതൽ ഇപ്പോൾ ഈ വിബിജി റാംജി ബില്ല് പ്രാബല്യത്തിൽ വരികയാണ്. മാത്രവുമല്ല, ഈ ഒരു 60 കാർഷിക സീസണുകളിൽ ഈ 60 ദിവസം ജോലിയില്ലാതിരിക്കുന്നത് എല്ലാ ഭൂ ഉടമകൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ആണ് ഉള്ളത്. പ്രത്യേകിച്ച് കേന്ദ്രീകൃത രീതിയിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം ലഭിക്കുന്ന രീതിയിലാണ് ഈ വിബിജി റാംജി ബില്ല് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കാരണമാകുന്നത്. സംസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ കാർഷിക സംഘടനകളോടും ആലോചിക്കാതെ ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ അല്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഈ വിബിജി റാംജി ബില്ല് ഇന്നു മുതൽ യാഥാർത്ഥ്യത്തിലാക്കാൻ പോകുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ സാമ്പത്തിക വിഹിതം സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നതെല്ലാം പുനരാലോചിക്കണമെന്ന ഒരു ആവശ്യം സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഇതുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പൊള്ളയായിട്ടുള്ളൊരു വാഗ്ദാനം പൊള്ളയായിട്ടുള്ളൊരു വാഗ്ദാനമാണ് നൽകുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിനെതിരെയെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാനങ്ങൾ വരെ കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. തൊഴിലാളി വിരുദ്ധമായ, തൊഴിലാളികൾക്ക് പ്രയോജനമില്ലാതെ ഭൂ ഉടമകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് കേന്ദ്രം ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഫെമിനിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.